ക്രഷ് രചന നീലാംബരി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഡേവിഡ് പറയുമ്പോൾ ഏകയുടെ മുഖമൊന്ന് തിളങ്ങി. എന്നോട് കാണിച്ചതിന് സോറി പറയാൻ ഞാൻ എങ്ങോട്ടും പോയില്ല മോനെ ഡേവി. നീ എന്താ ആലോചിക്കുന്നത്? വേമ, നീ ലേറ്റായി. വരുവാ. ഇരുവരും ഫ്ലാറ്റിലേക്ക് കടന്നു. കരുതുള്ളിൽ നിൽക്കുന്ന അഞ്ജലിയാണ് കാണുന്നത്. ഡേവിഡ്, എത്ര നേരം ഞാൻ ഫുഡിനായിട്ട് കാത്തുനിൽക്കുവാന്നറിയോ? എന്താ നീ ഇത്രയും ലേറ്റായത്? ഇവളോട് കൊഞ്ചിക്കൊണ്ടെന്നാണോ ഇനി? ഇത്തവണ ഏകയേക്കാൾ ദേഷ്യം വന്ന ഡേവിഡിനാണ്. അവൻ്റെ ഒരു കൈക്കില്ല അഞ്ജലി. അവൻ സ്വയം നിയന്ത്രിച്ച് പല്ലുകൾ കടിച്ചമർത്തിക്കൊണ്ട് അവിടെ തന്നെ നിന്നു. ഫുഡ് വന്നല്ല അഞ്ജലി? പിന്നെന്താ, നീ വന്നേ കഴിക്കാം, വിശന്നിട്ട് പാടില്ല. അഞ്ജലിയുടെ ഈ മുതലാളി ചമ്മയിൽ വാമിക്കും അത്ര രസിച്ചില്ല. പറയുന്നതിനൊപ്പം വാമിക തന്നെ ഡേവിഡിന്റെ കയ്യിൽ നിന്ന് ആ ഫുഡ് പാക്കറ്റ് വാങ്ങുകയും ചെയ്തു. അതിനിടയിൽ ഡേവിഡിന്റെ മുഖത്തേക്ക് നോക്കാൻ അവൾ മറന്നില്ല. ഡേവിഡ് ദേഷ്യം വന്ന് ചുവന്ന് നിൽപ്പാണ്. പക്ഷെ ആ ദേഷ്യം അവിടെ കാണിക്കാൻ പറ്റില്ലല്ലോ അവന്. നോക്കിക്കാവന്ന് സെർവ് ചെയ്യടി. ഡേവിഡിന്റെ മുഖം കണ്ട് ചിരി കടിച്ചമർത്തിന്ന് ഏകയെ നോക്കി അഞ്ജലി പിന്നെയും ഉത്തരവ് പുറപ്പെടുവിച്ചു. ഞാനോ? ആശ്ചര്യത്തോടെ കണ്ണ് ചിമ്മി ഏക ചോദിച്ചു. നീയല്ലാതെ നിന്റെ തന്ത വരുമോ? ഇവിടെ ഒരാഴ്ച സർവന്റ് വരില്ല. നിനക്ക് കുക്കിംഗ് അറിയോ? അഞ്ജലിയുടെ ചോദ്യം ഏക കേട്ടില്ല. കാരണം തന്തയ്ക്ക് വിളിച്ച് വല്ലാതെ അങ്ങ് കൊണ്ടു. അവൾക്ക് നിന്നോടാ ചോദിച്ചത് നിനക്ക് കുക്ക് ചെയ്യാൻ അറിയോന്ന്. നോ. ആളൽപ്പം ഗൗരവത്തിൽ മറുപടി നൽകി. എന്നാ പോയി പഠിക്ക്. ഇന്നത്തെ ലഞ്ച് നീ വേണം ഉണ്ടാക്കാൻ. അറിയാത്ത പണി ഞാനെങ്ങനെ ചെയ്യാനാ? ഏകക്കാകെ ദേഷ്യം വന്നു. അതേ കടുപ്പത്തിൽ തന്നെയാണ് അവൾ ചോദിച്ചത്. നിന്റെ അഭിനയൊന്നും ഇവിടെ വേണ്ട. നിന്റെ കൂട്ടുകാരികൾ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് നീ കുക്ക് ചെയ്യുന്നു. മര്യാദക്ക് പറയുന്ന അനുസരിച്ചോ, ഇല്ലെന്ന് ഞാൻ ടെർമിനേറ്റ് ചെയ്യും. എന്നാ പോയി ചെയ്യടി. അങ്ങനെയൊക്കെ പറയാനൊരുങ്ങിയതും ആളുടെ ഫോൺ റിങ് ചെയ്ത് ഒരുമിച്ചായിരുന്നു. അഞ്ജലിയൊന്ന് തുറിച്ചു നോക്കിക്കൊണ്ട് പാനിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ കയ്യിലെടുത്തു ഏക. വീട്ടിൽ നിന്നും വിച്ചൂട്ടനാണ് വിവേക് വിശ്വനാഥൻ, തന്റെ സ്വന്തം അനിയൻ. ഇപ്പൊ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കക്ഷി. ഹലോ കൊച്ചേച്ചി. ഫോൺ എടുത്തും മറുതൽക്കിൽ നിന്ന് സന്തോഷം നിറഞ്ഞ അവന്റെ ശബ്ദം കാതുകളിലെത്തി. ആ ഒരു വിളിയിൽ തന്നെ അവന്റെ ആവേശവും സ്നേഹവും തെളിഞ്ഞിരുന്നു. പറയിച്ചുട്ടാ. ചേച്ചി, ഞാൻ പറഞ്ഞ എന്തായി? എന്ത്? ടൂർ പോകാനുള്ള പൈസ ചേച്ചി മറന്നോ? ചേച്ചി ഇത് 10ാമത്തെ തവണ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. വിഷമത്തോടെ വിവേക് പറഞ്ഞു. അയ്യോ വിച്ചൂട്ടാ, കൊച്ചേച്ചിക്ക് സാലറി കിട്ടില്ലടാ. കിട്ടിയ ഉടനെ അയക്കാട്ടോ. നാളെ പേര് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഫ്രണ്ട്സ് എല്ലാവരും കൊടുത്തു ചേച്ചി. എടി, എന്റെ മോളെ എവിടെ? അവളോടും സംസാരിച്ചിട്ട് എത്ര ദിവസമായെന്ന് അറിയാം നിനക്ക്? അതെങ്ങനെ മുഴുവൻ സമയം നീ തെണ്ടി തിരിഞ്ഞ് നടപ്പല്ല അവിടെ? പെട്ടെന്ന് ഫോണിലൂടെ കേട്ട പരിക്കൻ സ്വരം ഏകയുടെ മുഖം ചുളിയിച്ചു. നാശം. ഏക മനസ്സിലായി ഓർത്തുപോയി. ചെറിയമ്മ രാധാമണിയാണ്. ഫോൺ കയ്യിൽ കിട്ടിയാൽ ഏകയെ 10 പറയാതെ ആർക്കും സ്വസ്ഥത കിട്ടില്ല. ആൾ പതിയെ ഫോണുമായി അല്പം മാറി മെയിൻ ഡോറിന്റെ അടുത്തേക്ക് പോയി നിന്നു. എന്താടി, നിന്റെ നാവറിങ്ങിപ്പോയോ? എന്റെ മോള് നീ എന്താ ചെയ്ത് പറയടി. ഐഷുവിന്റെ ഫോണിൽ കിട്ടാത്തുള്ള ദേഷ്യമാണ് തള്ളക്ക്. നാവിറങ്ങിയിട്ടൊന്നുമില്ല. നിങ്ങൾ കിടന്ന് കാറേണ്ട. അവളുടെ കയ്യിൽ ഫോൺ ഞാനാ വാങ്ങി വെച്ച്. നാട്ടിൽ നല്ല പേരാണല്ലോ നിങ്ങളുടെ മോൾക്ക്. ഇവിടെയും പേരെടുക്കാൻ നല്ലോണം ശ്രമിക്കുന്നുണ്ട്. ഉടനെ പോലീസ് പിടിച്ച് പൊക്കോളും. അവളെയും ഒപ്പം എന്നെയും. 1 മാസാവറായി ഞാൻ കുറെ നാശങ്ങളുടെ കൂടെ പട്ടിപ്പണി ചെയ്യുക. അവൻ നിങ്ങളുടെ പുന്നാരമോള് കാരണം. വേറൊന്നുമില്ല, കൂട്ടുകാരികൾ തലമുറി ഡ്രസ്സ് ഇട്ടുകൊണ്ട് ബാറി കൂത്താടാൻ പോയി. മോളെ രക്ഷിക്കാൻ എനിക്ക് ബാറിക്കണം തല്ലി പിടിക്കേണ്ടി വന്നു. അതുവല്ലോ അറിയണം നിങ്ങൾക്ക്. നിങ്ങൾ നാട് തന്നെ പരദൂഷണം പറഞ്ഞ് നടന്നോ? ഏക വായിൽ വന്ന മുഴുവൻ വിളിച്ചു കൂവി. തിരിച്ച് നല്ലോണം കിട്ടുമെന്നറിയാം. തുടങ്ങി. ഏക പറഞ്ഞ് പൂർത്തിയാക്കും മുമ്പേ തുടങ്ങി. ചെറിയമ്മ രാധാമണി മുടിയഴിച്ചിട്ട് ആടാൻ തുടങ്ങി. ഒപ്പം കണ്ണുപൊട്ടുന്ന ചീത്ത കൂടിയായപ്പോൾ കണ്ണുകൾ മുറുക്കി അടച്ച് ഡോറിൽ ചാരിയുന്ന ഫോൺ ചെവിയിൽ നിന്ന് ദൂരേക്ക് മാറ്റി പിടിച്ചവൾ. ആ തള്ള പറഞ്ഞൊന്നും ആൾ കേൾക്കാൻ കൂട്ടാക്കിയില്ല. എന്നിട്ടും കേൾക്കുന്നുണ്ടായിരുന്നു രാധാമണിയുടെ വാക്കുകൾ ഫോണിലൂടെ. നിർത്തടി, എന്റെ മോളല്ല, നീ അഴിഞ്ഞാട്ടക്കാരി. അവിടെ ഒരു കോണവാധികാരം. കുറച്ചു ദിവസം എന്റെ കൊച്ചു വന്ന് നിന്റെ കൂടെ നിന്നപ്പോ നിന്റെ അഴിഞ്ഞാട്ടം വല്ല അവള് കണ്ടു കാണും. അതാ എന്റെ കൊച്ചിന്റെ മണ്ടയിൽ നീ എല്ലാം കൊണ്ടുവയ്ക്കുന്നത്. അതെങ്ങനെയാ? 10 ഗുണം 10 ഗുണം. തള്ളയെ പോലെ അല്ലേ മോളും വരൂ. നിന്റെ തള്ളയാടി കണ്ടവന്റെ കൊച്ചിനെ വയറ്റിലുണ്ടാക്കി തൂങ്ങിച്ചത്ത്. അതേപോലെ ഒരു പിഴയാ നീയും. മര്യാദക്ക് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ തന്ത കുടിച്ചും പെടുത്ത് നടക്കുക ഇവിടെ. എനിക്കൊറ്റ കുടുംബം നോക്കാൻ നോക്കത്തില്ല. വിധിയൊക്കെ ആലോചനകൾ വരുന്ന സമയ. ആൾക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ കരുതാനുള്ളതാ. എന്റെ മക്കളുടെ കാര്യത്തിൽ നീ ഇടപെടണ്ട. പക്ഷേ ഈ ചെക്കൻ നിന്റെ അനിയനാ. അവന്റെ കാര്യത്തിൽ നിനക്ക് ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്. 10-23 വയസ്സായില്ലേ നിനക്ക്? മര്യാദക്കാവൻ ചോദിച്ച് കാശ് അയച്ചു കൊടുക്കാൻ നോക്ക്. ഒപ്പം വീട്ടിലെ ചെലവിന്റെ കാശ് അയച്ചോളണം. കണ്ണുകളടച്ച് അതീവ ദേഷ്യത്തോടെ ഏകെന്ന് വിതുമ്പി. അമ്മയെ പറയുന്നവൾക്ക് സഹിക്കില്ല. കുറച്ചു നാളെങ്കിൽ കുറച്ചു നാള് അമ്മയുടെ സ്നേഹം മുഴുവൻ അനുഭവിച്ചറിഞ്ഞവളാണ് അവൾ. ഫോണിലൂടെ കേൾക്കുന്നത്ര അവളെ തളർത്തി. എങ്കിലും അവൾ ഫോൺ ദൂരേക്ക് മാറ്റി പിടിച്ച് കണ്ണുകൾ പൂട്ടി തന്നെ അങ്ങനെ നിന്നു. മിഴികളിൽ നിറഞ്ഞ കണ്ണുനീർ അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. ഒരു വിറയലോടെ അവളൊന്ന് നീങ്ങിപ്പോയി. ചേച്ചി, കൊച്ചേച്ചി, സോറി കൊച്ചേച്ചി. അമ്മ ഒന്നും ഞാൻ കണ്ടില്ല. കൊച്ചേച്ചി വിഷമിക്കില്ലേ? അമ്മയുടെ സ്വഭാവം കൊച്ചേച്ചിക്ക് അറിയാലോ. എന്റെ ചേച്ചി അങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഐഷുവാ ചീത്ത, കൊച്ചേച്ചിയല്ല. കൊച്ചേച്ചി കരയാണോ കൊച്ചേച്ചി? വിവേകളെ ഫോണിലൂടെ വിളിച്ചുകൊണ്ടിരുന്നു.
പെട്ടെന്നാണ് ഏക നീട്ടിവെച്ച കയ്യിലാരോ പിടിച്ച് അവൾ കണ്ണൂർ നോക്കുമ്പോൾ കണ്ടു. തൊട്ടുമുന്നിൽ തന്നെ നോക്കി നിൽക്കുന്ന വൈരിനെ. ആരവളുടെ കയ്യെയും അവളുടെ കയ്യിലിരിക്കുന്ന ഫോണെയും ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അവൾ ദൂരേക്ക് നീട്ടിപ്പിടിച്ച ഫോൺ അവന്റെ ചെവിയിലാണ് ഇത്രയും സമയം ചേർന്നിരുന്നത്. അവളുടെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കിക്കൊണ്ട് അവളുടെ കൈയിനെയും ഫോണിനെയും ചേർത്ത് പിടിച്ച് അവളുടെ ചെവിയോട് തന്നെ അവൻ ചേർത്ത് വെച്ച് ശേഷം അവിടെ ഇരുതോളിലുമായി പിടിച്ച് ഡോറിന്റെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തി ഡോർ തുറന്ന് പുറത്തേക്ക് പോയി വൈരിൻ. പുറകെ ഓടി വന്ന ഡേവിഡ് വലത് കൈ ഉയർത്തി തിരിച്ചു പിടിച്ചു. എന്തോന്നാ കൊച്ചയെന്ന പോലെ ഏക ശ്വാസം നിലച്ച പോലെ അങ്ങനെ നിന്നുപോയി. വിച്ചു, അവളെ എന്തു പറഞ്ഞാടാ? വിറകടുപ്പിൽ ചുട്ടുപഴുത്ത ദോശക്കല്ലിമേൽ കലക്കിയ ഗോതമ്പാവ് കോരിയടിച്ചുകൊണ്ട് രാധാമണി വിവേകിനോട് ചോദിച്ചു. അമ്മ എന്തൊക്കെ കൊച്ചേച്ചി വിളിച്ച് പറഞ്ഞു? പാവം, ഒന്നും മിണ്ടാതെ ഫോണ് കട്ട് ചെയ്ത്. കൊച്ചേച്ചി ഒരാളുള്ളോണ്ടാ എന്നെ പഠിപ്പും ട്യൂഷൻ ഫീസും എല്ലാം മുടങ്ങാൻ നടന്നു പോകുന്നത്. അതിനിടയിൽ വീട്ടിലവന്റെ കാശ് കൂടി ചോദിക്കുകയാണോ വേണ്ടേ? വിവേക് അല്പം ദേഷ്യത്തിൽ ഫോൺ മേശമേലിട്ടുകൊണ്ട് പറഞ്ഞു. ചോദിക്കൂടാ, ഞാൻ ഇനിയും ചോദിക്കും. ഓ, അവന്റെ ഒരു കൊച്ചേച്ചി സ്നേഹം. ആ മൂശേട്ട പെണ്ണിന്റെ പേര് പറയുമ്പോ ചെക്കനങ്ങ് തിളച്ച് കയറുവാ. പിന്നെ ചെലവിന് നിന്നെ തന്നുകൊണ്ട് വെച്ചേക്കുവാണോ ഇവിടെ? ഗ്യാസ് തീർന്നിട്ട് 2 ആഴ്ചയായി. പറമ്പിൽ നിറങ്ങി ചൂട്ടും വിറകും വെട്ടിയൊടിച്ചും കണ്ടവന്റെ റബ്ബർ വിളവാരം നടന്ന് ചുള്ളി പെറുക്കി കൊണ്ടുവന്ന് അടുപ്പിൽ കുത്തിക്കയറ്റുക നിനക്കൊക്കെ തിന്നാൻ വെച്ചുണ്ടാക്കുന്നത്. അല്ലാതെ ഒരു കെട്ടുകീറി വിറക് വാങ്ങാൻ കൂടി കാശ് തികയുന്നില്ല ഇവിടെ. നിന്റെ തന്ത കള്ളി ഷാപ്പിൽ കൊടുത്ത കാശുണ്ടായിരുന്നെങ്കിലേ എന്റെ വിദ്യമോളെ കൊള്ളാവുന്ന ഒരുത്തന്റെ കൂടെ പറഞ്ഞേക്കായിരുന്നു. അങ്ങേർക്ക് ആ പിഴച്ചോളോട് നിന്നോട് മാത്രമേ സ്നേഹമുള്ളൂ. ബാക്കി 2 എന്റെ ആണല്ലോ. ഈ വഴക്കിനിടയിലും വിദ്യ ആസ്വദിച്ച് ദോശ തിന്നുകയാണ്. ആൾക്ക് വയറു നിറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. വിവേക് വിദ്യയും നോക്കി. വലിയച്ചുണ്ടല്ലോ ഇവിടെ, ഒരു ജോലിയും കൂലില്ല, വെറുതെ ഉണ്ടുറങ്ങി ഇവിടെ തറവാട്ടി തന്നെ കഴിയട്ടെ. വലിയച്ചോട് ജോലിക്ക് പോകാൻ പറ. മൂത്തമോളെ പറഞ്ഞു. രാധാമണി ചട്ടുകം ചൂണ്ടി വരച്ചു. അതിന് എന്റെ മോളെ ഇവിടെ ആരാ പഠിപ്പിച്ചേ? നിന്റെ തന്തയോ? +2 വരെയല്ലേ അങ്ങനെ പഠിക്കാൻ വിട്ടുള്ളൂ എന്റെ കൊച്ചിനെ. അതിലും അങ്ങേര് പക്ഷഭേദം കാട്ടി. പിന്നെ ഐഷു, അങ്ങേര് മെനയുള്ളൊരു തന്തയായിരുന്നെങ്കിലേ എന്റെ കൊച്ചു വഴിവെച്ച് പോയില്ലായിരുന്നു. 2 ഇന്ന് 2 തന്നെയാ. അതിനു വേണ്ടി ആ ശീലാവതിയെ പഠിപ്പിച്ചു അയാള്. അതിപ്പോ അമ്മയും അങ്ങനെ തന്നെയല്ലേ? കൊച്ചേച്ചിയുടെ അമ്മയും 2 പോലെ തന്നെ പെരുമാറുന്നത്. കൊച്ചേച്ചി പഠിച്ച സ്വന്തം കഴിവുണ്ടാ. കൊച്ചേച്ചിയുടെ അസൂയാമ്മയ്ക്ക് ഐഷുവിന്റെ പോയി ശരിയില്ലാന്ന് കൊച്ചേച്ചി എത്ര പറഞ്ഞ അമ്മ കേട്ടോ? അവസാനം അകത്ത് മുറിയുന്ന കൂട്ടുകാരന്റെ കൂടെ നാട്ടുകാർ ചേർന്ന് ഐഷുവിനെ പിടിച്ചിറക്കിയത് വിത്ത് മയക്കുമരുന്ന്. അപ്പോഴും കൊച്ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നു രക്ഷിക്കാൻ. നിർത്തടാ, മൊട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല അവൻ. വലിയ വായിൽ അവന്റെ വർത്താനം. ഐഷു നിന്റെ ചേച്ചി തന്നെയാ. അവന്റെ ഒരു ഐഷു വിളി ചെക്കൻ തന്തക്കൂറാ. നിന്റെ കൊച്ചേച്ചിയെ പോലെ തന്നെയാ നിനക്ക് എന്റെ മക്കളും. അത് മറക്കേണ്ട നീ. രാധാമണിയുടെ ബാക്കി വിദ്യയാണ് പറഞ്ഞ്. ദോശ എന്നേച്ച് എണീറ്റ് പോണം. ആ പെണ്ണ് കാശേക്കമ്മനോട് പറയണം എനിക്ക് ടൗൺ വരെ ഒന്ന് പോകണം. എന്റെ കൺമിഷൻ പൊട്ടൊക്കെ തീർന്നിരിക്കുക. വിദ്യ അടുക്കള സ്ലാബിലിരുന്നുകൊണ്ട് കാലാട്ടിക്കൊണ്ട് പറഞ്ഞു. ഓ, എണീറ്റ് സാറ്. ആദ്യത്തെ മുറിയിൽ നിന്ന് വിശ്വനാഥന്റെ ഉച്ചത്തിലെ ചുമയിട്ടതും രാധാമണി അകത്തേക്ക് നോക്കി മുഖം ചൊളിച്ചു. നിനക്ക് എന്റെ കൈ കൊണ്ട് തന്നെ ലഞ്ച് കുത്തിക്കയറ്റണല്ലേ? കേറ്റിക്കാം, നല്ല പോലെ കേറ്റിക്കാം. ഏക മനസ്സിലായി ഓർത്തുകൊണ്ട് കിച്ചണിലേക്ക് കയറി. 2 തെറി പറഞ്ഞിറങ്ങിപ്പോവാന്ന് കരുതിയാണ് ഇന്ന് ഡ്യൂട്ടിക്ക് വന്ന്. ഡേവിഡ് പറയുന്ന കേട്ടപ്പോൾ തോന്നി ഇവരെയൊക്കെ കൊണ്ട് കുറഞ്ഞൊരു മാപ്പെങ്കിലും പറയിപ്പിക്കണമെന്ന്. പക്ഷേ വിവേക് വിളിച്ച് കാശ് ചോദിച്ചവും ഏക തന്റെ ആഗ്രഹങ്ങൾ അങ്ങ് ഉപേക്ഷിച്ചു. ശമ്പളം കിട്ടിയില്ലെങ്കിൽ മുതലാളിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വാങ്ങാൻ ഇത് കേരളമല്ല. എങ്കിലും 2 പറഞ്ഞ പൈസ വാങ്ങിച്ചെടുക്കാന്ന് കരുതിയാ ഇവിടെ ഇവളുമാരുടെ സ്വഭാവത്തിന് അങ്ങോട്ട് കാശ് കൊടുക്കേണ്ടി വരും. എന്തായാലും ശമ്പളം കിട്ടുന്നവരെ പിടിച്ചു നിൽക്കാം. അതുവരെ എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണ്ടേ? അപ്പൊ പിന്നെ ആ ചുണ്ടലി പറഞ്ഞ പോലെ ഉച്ചക്കുള്ള ഉപ്പും ചോറും അവൾക്ക് ഈ ഏകാവിശ്വനാഥന്റെ വക. ഒപ്പം സൂപ്പർ സ്റ്റാറിന്റെ പെങ്ങളും കുറച്ച് കുത്തിക്കയറ്റട്ടെ. ഈശ്വര, ഇനി വൈരിനെങ്ങാനും വരും ഉച്ചയ്ക്ക് കഴിക്കാൻ. എന്നാ പിന്നെ അയാൾ എന്നെ അരിഞ്ഞുണക്കി ഉപ്പിലിടും. വരില്ലായിരിക്കും. രാവിലെ പിടിച്ചള്ളിയിട്ട് പോയതല്ലേ. ഓ, എങ്കിലും എന്തൊരു സീനായിരുന്നു. ചെറിയമ്മയുടെ വായിലിരിക്കുന്ന മുഴുവൻ കേട്ടത് അങ്ങേരല്ലേ. ഇപ്പൊ എന്റെ കുടുംബമായി ഓർത്ത് പുള്ളി പുളകം കൊള്ളുന്നുണ്ടാവും. അമ്മാതിരി തെറിയായിരുന്നല്ലോ ആ തള്ള ഫോൺ വഴി വിളിച്ചു പോയത്. അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും എന്തോ. അല്ലെങ്കിൽ തന്നെ കേട്ടാലിപ്പോ എനിക്കെന്താ? അയാൾ എന്നെ കേട്ടാലൊന്നും പോകുന്നില്ലല്ലോ. ഏത് നിമിഷമാണോ എന്തോ അയാളെപ്പോലെ ഒരു മൂരാച്ചിയോട് എനിക്ക് ക്രഷ് അടിച്ച്. ഋതു പറയുന്നത് കറക്റ്റാ. ഈ സിനിമാ നടന്മാര് സിനിമയിലുള്ള പോലെയൊന്നല്ല. ഓ, ഇന്റർവ്യൂ ഒക്കെ കാണണം. എന്തൊരു ചിരിയാ. ചിരിച്ചങ്ങ് മയക്കുക. ചിരി മാത്രം. ചിലപ്പോ വല്ലാത്ത നാണം, ചിലപ്പോ ജാട, ചിലപ്പോ ദേഷ്യം. നവരസങ്ങളൊക്കെ മിന്നി മറിയുമല്ലേ. ഈ ഏകയോട് ഇനി അയാൾ കളിക്കാൻ വരട്ടെ. നവരസങ്ങൾ മുഖത്ത് ഞാൻ ശരിക്കും വരുത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വൈദ്യൻ രുദ്രദേവർമ്മ പോലും ജാട തെണ്ടി. അയ്യോ, എന്റെ ഏക, നീ വൈരിന്റെ ഫാനായിരുന്നോ? നിന്നെയാണോ വൈദ്യൻ സാറ് ഇടിച്ചു വിഴിഞ്ഞ്? കിച്ചണിൽ നിന്നോട് വായിൽ തോന്ന് വിളിച്ചു പറയുന്ന ഏകയെ നോക്കി ഡേവിഡ് ഉറക്കെ ചിരിച്ചു പോയി. ഏകയൊന്ന് ചമ്മി. എങ്കിലും അത് മറച്ചു വെച്ച് അവൾ ചുമ്മാ ഒരു ചിരിയങ്ങ് പാസ്സാക്കി. ഫാനൊക്കെ ആയിരുന്നു. ഫാനിന്റെ അങ്ങേയറ്റം ഇങ്ങേറ്റം എന്നൊക്കെ പറയില്ലേ. ഞാൻ വെറും ഇങ്ങേയറ്റമാ. ചെറിയൊരു ഫാൻ, തീരെ കുറഞ്ഞുപോയി. അയ്യോ, ഓർക്കാൻ വയ്യ. ഏതോർമ്മയിൽ സ്വയം പറഞ്ഞുകൊണ്ട് അവളൊന്ന് വിശ്വസിച്ചു. അപ്പൊ താനാണോടോ ഇന്ന് കുക്കിങ്? കൊള്ളാലോ. തനിക്ക് ശരിക്കും കുക്കിംഗ് ഒക്കെ അറിയോ? അതോ അറിയില്ലെന്ന് കള്ളം പറഞ്ഞാണോ? കിച്ചണിലേക്ക് കടന്നു വന്ന് ആൾക്കടുത്തായിരുന്നുകൊണ്ട് ഡേവിഡ് ചോദിച്ചു. അറിയില്ല, അതാ സത്യം. പക്ഷെ നീ കേട്ടതല്ലേ,
നിന്റെ അഞ്ജലി മേഡത്തിന് ഞാൻ കുക്ക് ചെയ്യുന്ന ഫുഡ് കഴിക്കാനൊരു കൊതി. പിള്ളേര് വല്ല ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ടാവുന്നതാണെങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുക്കണ്ടേ, വേണ്ടേ? കൗണ്ടർ ടോപ്പിൽ ചാരിയെന്ന് ഏക പറയുമ്പോൾ അവൾക്ക് അഭിമുഖമായി വന്നിരുന്നു ഡേവിഡ്. ആ പിന്നെ വേണം വേണം, പക്ഷെ വൈനുണ്ടായിട്ടില്ല. അവന് നിന്റെ പാചക പരീക്ഷ ഒന്നും വേണ്ട, അതുകൊണ്ട് അവനുള്ള ഞാൻ ഓർഡർ ചെയ്തോളാം. നന്നായി. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ? നന്നായി നോക്കേ. ഫുഡിൽ വിഷം വല്ലതും ചേർക്കാൻ പ്ലാൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ, ഇല്ലെങ്കിൽ തൂങ്ങുന്ന ഞാനാ. ഏയ് ഞാനോ? വിഷോ? അല്ലെങ്കിൽ തന്നെ പറഞ്ഞിട്ടാണോ വിഷം ചേർക്കുന്നത്? നിന്നെ ആരെ പിടിച്ച് കാടാക്കിയത്? ഏകയുടെ കളിയാക്കൽ കേട്ട് ഡേവിഡൊന്ന് ചിരിച്ചു. ദാ ഈ അപ്രോൺ എടുത്ത് കെട്ടിക്കും, വെറുതെ യൂണിഫോമിൽ അഴുക്കാക്കണ്ട. ഷെൽഫിൽ ഹാങ് ചെയ്തിരിക്കുന്ന അപ്രോൺ ചൂണ്ടിക്കാട്ടി ഡേവിഡ് പറഞ്ഞ ശേഷം അവനോടൊന്നും പോയി. ഏക ആ കിച്ചണൊന്ന് ചുറ്റിക്കറയും കണ്ടു. കൊള്ളാം, ഭംഗിയുള്ള നീളത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന മൊഡ്യൂലാർ ഓപ്പൺ കിച്ചൺ. ടോൾ യൂണിറ്റിനോട് ചേർന്ന് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയൊരു ഡബിൾ ഡോർ ഫ്രിഡ്ജ്. തനിക്ക് പാചകം പരീക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവൾ ആദ്യം നോക്കിയത് ഫ്രിഡ്ജിലാണ്. ഫ്രിഡ്ജിനുള്ളിൽ തപ്പിയപ്പോൾ അതിനുള്ളിരിക്കുന്ന പാക്കറ്റ് ചപ്പാത്തി കണ്ടതും ഏകക്ക് ആശ്വാസമായി. ഹാവു, ആശ്വാസം. ചപ്പാത്തിയും ചിക്കൻ കറി ഉണ്ടാക്കാം. ഇനി ജീവിതത്തിൽ ഇവളുമാര് ചിക്കൻ കഴിക്കില്ല. ലാസ്റ്റ് സപ്പർ അല്ല, ലാസ്റ്റ് ലഞ്ച്. ഫ്രിഡ്ജിൽ നിന്ന് ചപ്പാത്തിയും എടുത്ത് ഫ്രീസറിന്റെ താഴെ ഭാഗത്തുനിന്ന് ചിക്കൻ പാക്കറ്റ് എടുത്ത് നിവർന്നു തന്റെ ഫ്രണ്ടിലൂടെ ഒരു കൈ നീണ്ടുപോകുന്ന ഏക കണ്ടു. ആ കൈ ഡോറിൽ പിടിച്ചുള്ള വാട്ടർ ബോട്ടിൽ പിടിമുറുക്കിയതും ആളൊന്ന് ഞെട്ടിത്തിരിഞ്ഞു. അവളെ തൊട്ടില്ലെന്ന പോലെ നിൽക്കുകയാണ് വൈരി. കുടിക്കാൻ വെള്ളമെടുക്കാമെന്നാണ് കക്ഷി. അപ്പോഴാണ് ഫ്രിഡ്ജിന്റെ 2 ഡോറും മറക്കി തുറന്നിട്ട് അതിനുള്ളിൽ കിടന്ന് തപ്പുന്ന ഏകയെ അവൻ കാണുന്നു. അവൾ പെട്ടെന്ന് തിരിഞ്ഞിട്ടും അവന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലായിരുന്നു. ബോട്ടിൽ തുറന്ന് 2 തവണ വെള്ളം വായിലേക്ക് ഒഴിക്കുമ്പോഴും കുടിച്ചിറക്കുമ്പോഴെല്ലാം അവൻ അവളെ തന്നെ നോക്കി നിന്നു. അവൾ അവനെയും. ഒരു ഗ്രേ കളർ സ്ലീവ്ലെസ് ബനിയനും ബ്ലാക്ക് ട്രാക്ക് പാന്റുമാണ് അവന്റെ വേഷം. ആകെ വിയർത്തൂതിർന്ന് ഇരിപ്പുണ്ട്. ജിമ്മിൽ കുത്തിമറിഞ്ഞിട്ട് വന്നാവെന്ന് അവൾ ഊഹിച്ചു. നീ എന്താ ഇവിടെ? വെള്ളം കുടിച്ചിറക്കി അവൻ അവളോട് മുഖം ഉയർത്തി ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. എവിടെ? ഏക കിളികളെ പറത്തിവിട്ട് അങ്ങനെ അറ്റൻഷൻ അടിച്ച് നിന്നുപോയി. നിന്നോടാ ചോദിച്ചത്, നിനക്ക് വേറെ വികാരമൊന്നുമില്ലേ? എപ്പോ നോക്കിയാലും ഒരേ നിൽപ്പാണല്ലോ. ചോദിച്ചിട്ടില്ലേ നീ എന്താ ഇവിടെയെന്ന്? എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഏക, ചുണ്ടലി മാം അല്ല അഞ്ജലി മാമിന്റെ കാർഡ്. ചുണ്ടലി എന്ന് കേട്ടെന്ന് വായിലേക്ക് ഒഴിച്ച വെള്ളം അറിയാതെ അവന്റെ വായിൽ നിന്ന് പുറത്തേക്ക് ചീറ്റിയ വെള്ളം തെറിച്ച് വീണ ഏകയുടെ മുഖത്താണ്. ചിരി കടിച്ചമർത്തി വൈരി നാവ് കൊണ്ട് വായ മുഴുവനെന്ന് പരതി നിന്നുപോയി. ഒന്ന് ശ്വാസം വലിച്ചു വിട്ട് ഗൗരവത്തിൽ തന്നെ അവൻ അവളോട് ചോദിച്ചു. നീ ആരാന്നല്ല ഞാൻ ചോദിച്ചത്, നീ എന്താ ഇവിടെന്നാ? അത് പറയുമ്പോൾ അവൻ ഇടത് കയ്യിലെ ചൂണ്ടുവിരൽ കറക്കി കിച്ചൺ മൊത്തം ഒന്ന് കാണിച്ചു. മെയ്ഡ് ലീവിലാണ് സർ, ലഞ്ച് കുക്ക് ചെയ്യാൻ അഞ്ജലി മാമിനോട് പറഞ്ഞു. അപ്പോഴും മുഖത്ത് യാതൊരു ഭാവവ്യത്യാസമില്ലാതെ അറ്റൻഷനിൽ നിന്നാണ് ഏക മറുപടി നൽകിയത്. വികാരങ്ങളൊന്നുമില്ലാതെ പ്രോഗ്രാം ചെയ്ത പോലെ സംസാരിക്കുന്ന ഒരു റോബോട്ടിനെ പോലെ. ആളിൽ പറയിൽ നിൽക്കുന്ന പരിപാടിയൊക്കെ നിർത്തി ഇപ്പൊ കിച്ചണിലാണ് നിന്റെ പ്രകടനം. കൗണ്ടർ ടോപ്പിൽ നിന്ന് ടിഷ്യൂ പേപ്പർ കുറച്ചെടുത്ത് അവൾക്ക് നേരെ നീട്ടി അവന്റെ വായിൽ നിന്ന് തെറിച്ച് അവളുടെ മുഖത്തേക്ക് വീണ വെള്ളത്തുള്ളിലേക്ക് കണ്ടുവായിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അവൻ കാണുമ്പോഴെല്ലാം മുഖം വീർപ്പിച്ച് കൂളിംഗ് ഗ്ലാസും വെച്ച് ഒരേ നിൽപ്പാണ് ഏക. ഒരു വികാരവുമില്ലാത്ത ജീവയെ പോലെ പലപ്പോഴും അവളെ കാണുമ്പോൾ അവന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അവളുടെ മനസ്സിലെ വികാരം അത് ഏത് വഴിക്കാണെന്ന് അവൻ അറിയില്ലല്ലോ. നിന്റെ പരിപാടിയൊക്കെ കഴിയുമ്പോൾ എന്നെ വന്നൊന്ന് കാണണം. ഐ ഹാവ് എ ഫ്യൂ തിങ്സ് ടു സേ ആൻഡ് നിനക്കിനി ഇവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വരില്ല. അതും പറഞ്ഞ് ഫ്രിഡ്ജിൽ കുപ്പി തിരികെ വെച്ച് അവൻ കിച്ചണിൽ പുറത്തേക്ക് പോയി. ഏക ശ്വാസം വലിച്ചു വിട്ടു. അമ്മേ, എന്റെ കൺട്രോൾ പരമ്പര ദൈവങ്ങളെ, കൺട്രോൾ എന്നതിന് നന്ദിയുണ്ട് കേട്ടോ. എന്തൊരു മുതലായി പോയത്. അപ്പം മേക്കപ്പ് ഒന്നും അല്ല അല്ലേ, ശരിക്കുള്ള ഗ്ലാമർ തന്നെ ഇങ്ങേർക്ക്. എന്തൊരു മസില. ഈ ലുക്കും കൊണ്ട് മുന്നിൽ വന്ന് നിറഞ്ഞു നിന്നിട്ട് ചോദിക്കുക എനിക്ക് വികാരല്ലേന്ന്. കൊള്ളാം മോനെ വൈരിനെ, നെഞ്ചു പിളർന്ന് കാണിക്കട്ടെ ഞാൻ. നെഞ്ചിലും അസ്ഥാനത്തൊക്കെ നീയാ. ആ ഇനി അതൊക്കെ മായ്ച്ചകളെന്ന് ആലോചിക്കുമ്പോഴാ. എടുത്ത സാധനങ്ങൾ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ വെച്ച ശേഷം അവന്റെ വായിൽ നിന്ന് മുഖത്തേക്ക് തെറിച്ച വെള്ളം അവൻ കൊടുത്ത ടിഷ്യൂ പേപ്പർ കൊണ്ട് അമർത്തി തുടച്ചു. നല്ല മണം വരുന്നുണ്ടല്ലോ. തനിക്ക് കുക്കിംഗ് ഒക്കെ അറിയോ? പാനിൽ കിടന്ന ചിക്കൻ കറി തിളച്ച് മണം പരത്തിക്കൊണ്ടിരുന്നു. ആ മണം പിടിച്ചാണ് വാമിക അവിടേക്ക് വന്ന്. ഏകയോട് അവൾ ചോദിച്ചെങ്കിലും ഏകയുടെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. അവൾ മൗനമായി നിന്നു. ഏയ് തന്നോട് ചോദിച്ച് കുക്കിംഗ് ഒക്കെ അറിയോന്ന്? കിച്ചൺ കൗണ്ടർ ടോപ്പിൽ കയറിയുന്നതുകൊണ്ട് വീണ്ടും ചോദിക്കുകയാണ് വാമിക. അറിയില്ലെന്ന് ഞാൻ രാവിലെ പറഞ്ഞിരുന്നു മാം. ആൾ ഗൗരവത്തോടെ പറയുമ്പോഴും വാമികയുടെ നോട്ടം പോയത് ചിക്കൻ കറിയിലേക്ക് തന്നെയാണ്. പിന്നെ ചിക്കൻ കറിയുടെ നല്ല മണം വരുന്നുണ്ടല്ലോ, കണ്ടിട്ട് നല്ല കളറുണ്ട്. അറിയാൻ പാടില്ലായിട്ടാണ് ഇത്? മണമുണ്ടെന്ന് കരുതി ടേസ്റ്റ് ചിലപ്പോൾ ശരിയാവണമെന്നില്ല മാം. ഓ അങ്ങനെ. ഏക തനിക്ക് എന്നോട് ദേഷ്യമാണോ? പെട്ടെന്ന് വാബിങ്ങിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം കേട്ട് ഏക അവളെ നോക്കി. അതേ സമയത്തായിരുന്നു വൈരിനാളിലെ സോഫയിലേക്ക് വന്നിരുന്നു. അവിടെ ഇരുന്നുകൊണ്ട് ഓപ്പൺ കിച്ചണിലേക്ക് അവനൊന്ന് കണ്ണോടിച്ചു. കിച്ചണിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഏകയും വാമികയും കണ്ടതോടെ അവന്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിഞ്ഞു. അപ്പോഴേക്കും അഞ്ജലി അവിടേക്ക് വന്നിരുന്നു. വൈരി നോക്ക്, നമ്മുടെ പുതിയ സോങ്ങിന്റെ സീന്. വാവ്, വി ബോത്ത് റോക്ക്ഡ്. ആ റൊമാൻറ്റിക് സോങ്ങിന്റെ ഹാങ് ഓവറിൽ നിന്ന് അഞ്ജലി ഇപ്പോഴും മുക്തയായിട്ടില്ലായിരുന്നു.
ഫോണിൽ ആ സോങ് ഉച്ചത്തിൽ വെച്ചുകൊണ്ട് അഞ്ജലി അവനോട് ചേർന്നിരിക്കുമ്പോൾ വൈരിൻ അവളുടെ ഫോണിലേക്ക് ഒരു നിമിഷം നോക്കി. ആ സമയം തന്നെയാണ് ഏകയും വാമികയും ഒരുപോലെ ഇരുവരെയും നോക്കിയതും. വൈരിനോട് അഞ്ജലി ഒട്ടിച്ചേർന്നിരിക്കുന്നതാണ് ഏകയ്ക്ക് എന്തോ വല്ലാത്തൊരു നോവ് തോന്നി. പെട്ടെന്ന് മുഖം മാറ്റിക്കൊണ്ട് ഏക നോക്കിയത് അടുത്ത് നിൽക്കുന്ന വാമികയാണ്. ആ സോങ് ആസ്വദിക്കും പോലെ അവൾ കൗണ്ടർ ടോപ്പിൽ നിലത്തേക്ക് ചാടി 2 ചുവട് വെച്ചുകൊണ്ട് അവർക്ക് അടുത്തേക്ക് പോയി. അഞ്ജലിക്കും വൈരിനിടയിലായി കയറിയിരുന്നു. അഞ്ജലിയുടെ മുഖം നല്ലപോലെ ഒന്ന് കൂർത്തു. ഒപ്പം തന്നെ വാമിയെ നോക്കി പല്ലിരിക്കാൻ അവൾ മറന്നില്ല. ഇതൊക്കെ കണ്ട ഏകയുടെ മുഖത്ത് പെട്ടെന്നൊരു ചിരി പൊട്ടി. വലത് കൈയിലെ ചൂണ്ടുവിരലാൽ മൂക്കിൻ തുമ്പൊന്ന് തടവി ചിരി കടിച്ചമർത്തി ആൾ വൈരിന്റെ എക്സ്പ്രഷൻ അറിയാനെന്ന വണ്ണം അവനെയും നോക്കി. പക്ഷേ സോഫയിൽ ചാരിയിരുന്നവൻ നോക്കിയ അത്രയും ഏകയെ മാത്രമാണ്. ഏക തന്നെ നോക്കുന്ന കണ്ടിട്ട് പോലും ഒരു പൊടി പോലും നോട്ടം മാറ്റാതെ ഇരുകാലുകളും വിറപ്പിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി സോഫയിൽ ചാരിയിരുന്ന വൈരിൻ. അത് കാണാൻ ഏകയൊന്ന് കണ്ണുരുട്ടി പുരികമുയർത്തി ജോലിയിലേക്ക് കടന്നു. വേഗത്തിൽ പാക്കറ്റിന് വെളിയുന്നു ചപ്പാത്തികൾ പുറത്തെടുത്ത് പാനിലേക്കിട്ട് ചപ്പാത്തി ചൂടാൻ തുടങ്ങിയവൾ. ചപ്പാത്തി ചുട്ടിയുട്ടി കിച്ചൺ ദേവലോകം പോലെ അവൾ പുക പടർത്തിയതും ഡേവിഡ് ഓടിയെത്തി ചിമ്നി ഓൺ ചെയ്തു കൊടുത്തു. എന്താണ് ഫ്ലാറ്റ് കത്തിക്കോ നീ? ഇന്നിവിടെ ചപ്പാത്തിയാണ് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞല്ലോ. എനിക്കിതൊന്നും ശീലല്ല. എൻ്റെ വീട്ടിൽ ഇതുപോലെ പുകയും തങ്ങിൽക്കാറില്ല. തൻ്റെ വീട്ടിലെ വലിയ തടിയഴികളുള്ള കരി പിടിച്ച ജനലോടുകൂടി അടുക്കളയോർത്താണ് ഏക പുച്ഛിക്കും പോലെ അങ്ങനെ പറഞ്ഞത്. കഴിക്കാൻ സമയമായതും ഉണ്ടാക്കിയ ഫുഡൊക്കെ ഏക ടേബിളിലേക്ക് കൊണ്ടുവച്ചു. ശേഷം കിച്ചൺ വൃത്തിയാക്കി പഴയ പോലെ ആളിൽ ഒരു ഓരം ചേർന്ന് പുറകിൽ കയ്യും കെട്ടി അങ്ങനെ നിന്നു. വാമിയ, നമുക്ക് കഴിക്കാൻ ഞാൻ ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട്, നിനക്ക് വേണ്ടേ? ഏകയെ നോക്കിക്കൊണ്ടാണ് അഞ്ജലി പറയുന്നത്. കേട്ടത് ഏകയുടെ മുഖം കൂർത്തു. അതിന് ഏക ഫുഡ് കുക്ക് ചെയ്തല്ലോ. നീയല്ലേ അവളോട് ലഞ്ച് ഉണ്ടാക്കാൻ പറഞ്ഞ്? നമുക്ക് തൽക്കാലം അത് കഴിക്കാം. നല്ല ചിക്കൻ കറിയും ചപ്പാത്തിയും ഉണ്ട്. വാമിക അതും പറഞ്ഞ് സോഫയിൽ നിന്ന് എഴുന്നേറ്റു. അതൊക്കെ എടുത്ത് വേസ്റ്റ് ബിന്നിലിട്ടേക്ക്. ഇവള് കുക്ക് ചെയ്ത് പഠിച്ച് ഞാൻ കഴിക്കാനോ? നോ വേ. എൻ്റെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ പല ജോലികളും ഏൽപ്പിക്കും. നീ വന്നേ, നമുക്ക് താഴെ ഗാർഡനിൽ പോയിരുന്ന ബർഗർ ആസ്വദിച്ച് കഴിക്കാം. ഒപ്പം ഒന്ന് നടക്കുകയും ചെയ്യാം. എൻ്റെ ഫസ്റ്റ് സോങ് കണ്ടിട്ടുള്ള ആൾക്കാരുടെ റിയാക്ഷൻ അറിയാലോ. സെൽഫി എടുക്കാനും മറ്റു ആൾക്കാരെല്ലാവരും കൂടി തടിച്ചു കൂടും. ഓർത്തിട്ട് കൊതിയാവുന്നു. അത് കേട്ടതും വാമികയുടെ മുഖവും തെളിഞ്ഞു. സോങ് റിലീസായിട്ട് 1 മാസം കഴിഞ്ഞു. എങ്കിലും ആൾക്കാർക്ക് ഇപ്പോഴും ആ പാട്ടിനോട് ഭ്രാന്താണ്. കൂടാതെ വൈരിന്റെ സിസ്റ്റർ എന്നുള്ള പരിഗണന തനിക്കും കിട്ടുമല്ലോ എന്ന് അവൾ ഓർത്തു. ഏകക്കാകെ ശോകമായി. 2 ആൾ കഴിക്കാനുള്ള ചിക്കൻ കറിയിൽ താൻ കൊട്ടിയിട്ടത് 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും വായിൽ വെക്കാൻ കൊള്ളാത്ത വിധ ഉപ്പുമാണ്. അതൊക്കെ തിന്നിട്ട് ഇവളുമാരിവിടെ കിടന്ന് ഓടുന്ന കണ്ട് നിർവൃത്തി അടയാന്ന് കരുതി തന്റെ സ്വപ്നങ്ങൾക്ക് മേലെയാണ് ചുണ്ടലി ആപ്പടിച്ചത്. എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയില്ലോ എന്റെ ദേവി. അതൊക്കെ ഓർത്ത് നിൽക്കുമ്പോൾ ഏകയെ നോക്കിയൊന്ന് പുച്ഛിച്ച ശേഷം അഞ്ജലി വാമികയും കൊണ്ട് ഫ്ലാറ്റിന് പുറത്തേക്ക് നടന്നു. വൈര്യം പറഞ്ഞ പ്രകാരം ഡേവിഡ് അവർക്കൊപ്പം കൂടെ പോയി. ആർക്കും കഴിക്കാൻ കൊള്ളാത്ത ഫുഡ് ഇനി എന്ത് ചെയ്യാനാണ്? ചപ്പാത്തി ടേബിൾ വെച്ച് തന്നെ ചിക്കൻ കറി പിന്നിൽ തട്ട എന്ന ഉദ്ദേശമായി കറി കയ്യിലെടുത്തു. പുറകിൽ പറയിൽ നടന്നു വന്ന് ചെയർ വലിച്ച് ഡൈനിങ് ടേബിളിനടുത്തിരിക്കലും എല്ലാം ഒരുമിച്ചായിരുന്നു. ഫുഡ് കഴിക്കാനായി വന്നിരിക്കുന്ന വൈര്യം നോക്കി എന്ത് പറയെന്നറിയാതെ അവൾ കണ്ണും തള്ളി നിന്നുപോയി. സർ, അവൾ പതിയെ വിളിച്ചു. ഒരു പ്ലേറ്റ് എടുത്ത് തന്റെ മുമ്പിൽ വെക്കുന്നതോടൊപ്പം എന്താ എന്നർത്ഥത്തിൽ അവൻ അവളെ ഒന്ന് നോക്കി. സർ, എനിക്ക് കുക്കിംഗ് അറിയില്ല. വാട്ട്? അതെ, സത്യ, എനിക്ക് കുക്കിംഗ് അറിയില്ല. ഞാൻ അഞ്ജലി മാമിനോട് രാവിലെ തന്നെ പറഞ്ഞതുവാ. പിന്നെ എനിക്ക് പണിഷ്മെന്റ് തരാൻ വേണ്ടി വെറുതെ എന്നെ കൊണ്ട് ഉണ്ടാക്കിച്ച ഈ ഫുഡ്. സത്യം. ടേബിളിൽ കൈമുട്ടും കുത്തിവെച്ച് താടി താങ്ങി അവളെ നോക്കിയിരുന്ന വൈര്യം. വേറൊന്നും കൊണ്ടല്ല, ഏക എന്ന നിർവികാര ജീവിയുടെ മുഖത്തിപ്പോൾ വല്ലാത്തൊരു വെപ്രാളവും പരവേശവും കണ്ട് നോക്കിയിരിക്കുകയാണ് കക്ഷി. ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ് കഴിച്ച് എനിക്ക് നല്ല ശീല. പണ്ട് കോളേജ് പഠിക്കുമ്പോൾ ഇതിലും വൃത്തിയേട് വരെ സ്വയം കുക്ക് ചെയ്ത് കഴിച്ചിട്ടുണ്ട് ഞാൻ. സ്മെൽ ഈസ് ഗുഡ്. കറിയുടെ മൂടി തുറന്ന് അവനൊന്ന് മണത്തു. ഐ ഫീൽ ലൈക്ക് ഈറ്റിംഗ് ദിസ്. പിന്നൊരു കാര്യം, നിനക്ക് ഇന്നു മുതൽ ഇവിടെ നിൽക്കേണ്ടി വരില്ല. നാളെ മുതൽ നിനക്ക് നിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യാം. ഐ ആം സോറി ഫോർ എവറിത്തിങ് ഐ ഡിഡ് ടു യു. അതൊരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. വിശദമായി ഡേവിഡ് നിനക്ക് പറഞ്ഞു തരും. വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പോയിക്കോളൂ. വെയിറ്റ് 1 sec. അതും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് വേഗത്തിൽ റൂമിലേക്ക് പോയി. ശേഷം പെട്ടെന്ന് തന്നെ തിരികെ വന്നു. വരുമ്പോൾ കയ്യിലൊരു ചെക്ക് ഉണ്ടായിരുന്നു. ടേബിൾ വെച്ച് അതിൽ എന്തോ എഴുതി സൈൻ ചെയ്ത് ഏകയുടെ അടുത്തേക്ക് ഒന്ന് വൈരി. ഇത് വെച്ചോളൂ. സോറി വൺസ് അഗൈൻ. ആൻഡ് അഞ്ജലി, അവൾ നിന്നോട് ചെയ്തൊക്കെ ഒരു തമാശയായിട്ട് കണ്ടാൽ മതി. ഈ കാശ് കൊണ്ട് തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ. അതിനോ നിനക്കൂടെ ഉണ്ടായ ബുദ്ധിമുട്ടൊന്നും ഈ പണത്തിന് തുല്യാവില്ല. പോരെങ്കിൽ ചോദിച്ചാൽ മതി. മണി ഈസ് നോട്ട് എ പ്രോബ്ലം ഫോർ മീ. ഐ വിൽ ഗിവ് യു ആസ് മച്ച് ആസ് യു വാണ്ട്. പക്ഷേ ഇനിമേൽ ഇത് ആവർത്തിക്കരുത്. വാമിയെ അടിച്ച് തൽക്കാലം ഞാൻ ക്ഷമിക്കുന്നു. നീ ഒരു പെണ്ണായതുകൊണ്ട് മാത്രം. ആയോധന കലകൾ വശമുണ്ടെന്ന് കരുതി അത് മറ്റുള്ളവരെ നോവിക്കാൻ വേണ്ടി ആവരുത്. പ്രത്യേകിച്ച് അതൊന്നും വശമില്ലാത്തവരെയോ സ്ത്രീകളെയോ. അണ്ടർസ്റ്റാൻഡ്? ഏകാവ് നീട്ടിയ ചെക്ക് അവനെ ഒന്ന് മാറി മാറി നോക്കി. സോറി പറഞ്ഞതിന് വീണ്ടും മാന്യതയുണ്ട്. അല്ലാതെ കാലിൽ വീഴേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് താൻ ആഗ്രഹിച്ചിട്ടുമില്ല. താൻ അങ്ങോട്ടും അടിച്ചു, തിരിച്ച് ഇങ്ങോട്ടും കിട്ടി. പക്ഷെ പണം തന്നിട്ട് ഈ പറഞ്ഞ ഡയലോഗ് ഒരുമാതിരി റേപ്പ് ചെയ്തിട്ട് മുഖത്തെ കാശ് വലിച്ചെറിയും പോലെ. ചെക്കിലെ എമൗണ്ട് എത്രയാണെന്ന് പോലും അവൾ നോക്കിയില്ല. കയ്യിൽ വാങ്ങിയതുമില്ല.
ഒരുപക്ഷെ വൈര്യൻ എന്ന വ്യക്തിക്ക് തന്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനമുള്ളതുകൊണ്ടാവും അവന്റെ ഈ പ്രവൃത്തി അവളെ കൂടുതൽ വേദനിപ്പിച്ച്. അവൾ വാങ്ങുന്നില്ലെന്ന് കണ്ടതും അവൻ ആ ചെക്ക് അവളുടെ കൈ പിടിച്ച് അതിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് തിരിഞ്ഞു കിടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.